കേരളം മാരക ലഹരിമരുന്നുകളുടെ സുരക്ഷിത താവളമായി മാറുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ടൺ കണക്കിന് മയക്കുമരുന്നാണ് ഓരോ ദിവസവും അതിർത്തി കടന്നെത്തുന്നത്. എന്നാൽ പരിശോധനകളിൽ പിടിക്കപ്പെടുന്നത് വെറും വാഹകരും ചെറുമീനുകളും മാത്രമാണെന്നും ഈ ലഹരി ശൃംഖല നിയന്ത്രിക്കുന്ന വൻ സ്രാവുകൾ ഇപ്പോഴും നിയമത്തിന് പുറത്താണെന്നും അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നു. കൊച്ചി കടവന്ത്രയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നടന്ന റെയ്ഡും അതിൽ പിടിയിലായ ഉന്നതരും ഈ വിനാശകരമായ ലഹരി വ്യാപനത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. അടുത്തിടെ കടവന്ത്രയിലെ ആഡംബര ഹോട്ടലിൽ നിന്ന് ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ ഡോക്ടർ, അഭിഭാഷകൻ എന്നിവരടങ്ങുന്ന 8 അംഗ സംഘത്തെയാണ് കസ്റ്റംസ് പിടികൂടിയത്. ഇവരിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ്, കൊക്കൈൻ, മെത്താഫിറ്റമിൻ തുടങ്ങിയവ കണ്ടെടുത്തിരുന്നു. ആഡംബര ക്രൂയിസ് കപ്പലിലെ പാർട്ടിക്ക് ശേഷം ആഫ്റ്റർ പാർട്ടിക്കായി ഒത്തുകൂടിയതായിരുന്നു ഇവർ. എന്നാൽ വാണിജ്യളവിൽ ലഹരിമരുന്ന് കൈവശം വയ്ക്കാത്തതിനാൽ നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് പ്രതികൾ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഈ സംഘത്തിന് ലഭിച്ച ലഹരിമരുന്നിന് പിന്നിൽ വിദേശബന്ധമുണ്ടെന്ന് വ്യക്തമായെങ്കിലും അന്വേഷണം ഉന്നത തലങ്ങളിലേക്ക് നീങ്ങുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി നടന്ന ലഹരിവേട്ടകൾ ഞെട്ടിക്കുന്നതാണ്. വയറ്റിൽ 163 കൊക്കൈൻ ഗുളികകൾ ഒളിപ്പിച്ചെത്തിയ ബ്രസീലിയൻ ദമ്പതികളും സമാനമായ രീതിയിൽ ടാർസാനിയൻ ദമ്പതികളും പിടിയിലായിരുന്നു. ബ്രസീലിയൻ യുവതി 6 മാസം ഗർഭിണിയായിരിക്കെയാണ് 3 ലക്ഷം രൂപയുടെ പ്രതിഫലത്തിനായി 16 കോടിയുടെ മയക്കുമരുന്ന് കടത്തിയത്. ഇവർക്ക് ലഭിച്ച ഏക നിർദ്ദേശം കൊച്ചിയിലെത്തുക, അവിടെ നിന്ന് ഹോട്ടലിലേക്ക് പോവുക എന്നത് മാത്രമായിരുന്നു. ആർക്കു വേണ്ടിയാണ് ഈ മരുന്നുകൾ എത്തിച്ചതെന്നോ ആരാണ് ഇതിന്റെ സൂത്രധാരന്മാരെന്നോ ഉള്ള വിവരങ്ങൾ ഇപ്പോഴും അജ്ഞാതമാണ്. എറണാകുളം സിറ്റിയിലും റൂറലിലും പ്രതിദിനം ലഹരിവേട്ടകൾ നടക്കുന്നുണ്ടെങ്കിലും വിപണിയിൽ ഇതിന്റെ ലഭ്യത കുറയുന്നില്ല. ബംഗളൂരുവിൽ നിന്ന് MDMAയും ഒഡീഷയിൽ നിന്ന് കഞ്ചാവും അസമിൽ നിന്ന് ഹെറോയിനും നിർബാധം ഒഴുകുന്നു. ഇന്ന് അങ്കമാലിയിൽ പിടിയിലായ 2 യുവാക്കൾ ബംഗളൂരുവിൽ നിന്ന് ബൈക്കിലെത്തി പിന്നീട് ഊബർ ടാക്സിയിൽ യാത്ര ചെയ്യുമ്പോഴാണ് പിടിയിലായത്. പരിശോധനകൾ വെട്ടിക്കാൻ ലഹരി മാഫിയ നൂതന മാർഗങ്ങൾ സ്വീകരിക്കുന്നു. പിടിക്കപ്പെടുന്നവർ വെറും കാരിയർമാർ മാത്രമായതിനാൽ യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്നില്ല. കടവന്ത്ര കേസിലെ പ്രതികളെ കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം സ്വദേശിയായ ഷോൺ എന്ന ഷാജി ഫെർണാണ്ടോയിലേക്ക് അന്വേഷണം നീളുന്നുണ്ട്. കസ്റ്റംസും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ഈ ലഹരി ശൃംഖലയുടെ വിദേശ വേരുകൾ തിരയുന്നുണ്ടെങ്കിലും പലപ്പോഴും അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ളവർക്ക് ലഹരി എത്തിച്ചു നൽകുന്ന വലിയൊരു മാഫിയ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ്. വരും ദിവസങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കിയില്ലെങ്കിൽ കേരളം ലഹരി മാഫിയയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാകുമെന്ന ഭീതിയിലാണ് അധികൃതർ.